എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മന്തിയും കബ്സയൊക്കെ വരുന്നതിന് മുന്നേ എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി പറ്റിച്ചിരുന്ന ഒരു റൈസാണ്. പറ്റിച്ചിരുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് ബസ്മതി റൈസ് നന്നായിട്ട് ഒരു 3 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് ഒരു 40-45 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഊറ്റി വെക്കാം. ഈ സമയം സവാള 1, അതുപോലെ മല്ലിയിലയും പുതിനയിലയും ആവശ്യത്തിന് എടുക്കാം. ഞാൻ എമൗണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇവയൊക്കെയാണ് ആവശ്യമുള്ളത്. പിന്നെ ഒരു 1/2 കിലോയിൽ കൂടുതൽ ചിക്കന് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുക. ഇവ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓയിലും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യിൻ്റെ എമൗണ്ടാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ നെയ്യ് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഓയിലിന് പകരം. ഇനി സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരയണമെന്നില്ല. ഇവ അത്യാവശ്യത്തിന് വാടിയിട്ടുള്ള സവാളയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ കൂടുതൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂട്ടാം. ഇതൊരു പാകത്തിനുള്ള എമൗണ്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഈ സവാള അത്യാവശ്യത്തിന് ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും അത്യാവശ്യം സോട്ടായി വരുമ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എമൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ ചിക്കൻ്റെ ഫ്ലേവർ ആ റൈസിൽ കുറയും. അതുകൊണ്ട് ചിക്കൻ്റെ എമൗണ്ട് അത്യാവശ്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി കുക്കറിലാണെങ്കിൽ ഇതിലേറെ ഈസിയാണ് കേട്ടോ. അതായത് 3 കപ്പ് റൈസിന് 5.5 കപ്പ് ആണ് അളവ് വെള്ളം ചേർക്കേണ്ടത്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് തിളയ്ക്കുമ്പോൾ അരി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വെയിറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ പാനിലായതുകൊണ്ട് മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കണം. കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളക് ഇടാൻ മറന്നു പോയതാണ് കേട്ടോ. ശേഷം വെള്ളം വറ്റി കഴിയുമ്പോൾ സിമ്മിലാക്കിയിട്ട് അത്യാവശ്യം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് 2 വട്ടം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കുറച്ച് സ്റ്റിക്കിയാണല്ലോ, അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സിമ്മിൽ ഒരു ദമ്മിൽ ഇടുന്ന പോലെ ഇട്ടു. ശേഷം ഇങ്ങനെ റൈസ് റെഡി ആയിട്ടോ. ഈ റൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. ഫങ്ഷൻസിനൊന്നും ഉണ്ടാക്കണ്ട, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതുണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവുക എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഒട്ടുമില്ല. കൂടുതൽ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, ഓയിൽ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കാം. ഇനി പട്ട, ഗ്രാമ്പ്, ഏലക്കായ അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്